സോ ഇതാണ് മീഷോയിൽ നിന്ന് വന്നിട്ടുള്ള 600 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് യൂസബിൾ ആയിട്ടുള്ള അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ്. സോ ഒരു പ്രൊഡക്റ്റ് എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസബിൾ ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ കിടിലമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ യൂസബിൾ ഗാഡ്ജറ്റ്സിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോക്സിനകത്ത് ഒരു മൊബൈൽ സ്റ്റാൻഡ് ആണ്. വെറും മൊബൈൽ സ്റ്റാൻഡ് അല്ല, നിങ്ങൾക്ക് ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡ് ആണ്. സോ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഫസ്റ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൊബൈൽ സ്റ്റാൻഡിന്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തുകൊണ്ടും അതല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റിലൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് നമുക്ക് ട്രാവലൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റാൻഡിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണെ നമുക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനും ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിന്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റാൻഡ് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് കണ്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫോണൊക്കെ വെക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് താഴോട്ട് വീഴാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതല്ലാതെ ഒരു മിനിമൽ അതല്ലെങ്കിൽ ഒരു മീഡിയം വെയിറ്റ് ഫോണൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഇതിനകത്ത് പ്ലേസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ 160 രൂപയ്ക്കാണ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ യൂസബിൾ ഗാഡ്ജറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ സോ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം ഇത് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. സോ ഇതൊരു പിരമിഡിക് ഷേപ്പിൽ വരുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡ് ആണ്. സോ ഒരെണ്ണമല്ല രണ്ടെണ്ണമല്ല മൊത്തം 6 എണ്ണമാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിന്റെ ഫസ്റ്റ് ലുക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു പിരമിഡ് ഷേപ്പിലൊക്കെയാണ് വരുന്നത്. സംഭവം ചെറുതൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് പോക്കറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഗാഡ്ജറ്റിന്റെ ഏറ്റവും വലിയ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ കാണുന്നത്. സോ നമുക്ക് എപ്പോഴും കയ്യിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് പെയിൻ ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഒരു സ്റ്റാൻഡ് നമ്മൾ എവിടെയെങ്കിലും ഒരു ടേബിൾ ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു മൾട്ടിമീഡിയ ഒക്കെ അത്യാവശ്യം നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മീഷോയിൽ നിന്ന് 175 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ വിചാരിച്ചത് ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളതാണ്, പക്ഷേ എനിക്ക് മൊത്തം 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്ലോഗ് ഒക്കെ ചെയ്യുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഗാഡ്ജറ്റ് ആണ്. ആദ്യം തന്നെ നമ്മുടെ ഒരു സെൽഫി സ്റ്റിക്കിനെ നമുക്ക് അൺഫോൾഡ് ചെയ്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇനി ലെങ്ത് പോരാ, ഇനി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ നിങ്ങളുടെ സെൽഫി സ്റ്റിക്കിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുള്ള ബ്ലൂടൂത്ത് റിമോട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്ലൂടൂത്തിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾ വെട്ടം വെളിച്ചമില്ലാത്ത സ്ഥലത്തൊക്കെയാണ് പോയി റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യുന്നതെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ള റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മിനി LED ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്റ്റാൻഡിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്തുകൊണ്ട് നമുക്കിതൊരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് നമുക്ക് വ്ലോഗിങ് അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫോണൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് ആ ഒരു ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫി സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഫോണൊക്കെയാണ് വെക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി പ്രൊഡക്റ്റിന്റെ വില നോക്കുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും. ഞാൻ മീഷോയിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് 240 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിലയ്ക്ക് നോക്കുവാണെങ്കിൽ ഒരു ഗാഡ്ജറ്റ് കിടിലമായിട്ടുള്ള യൂസബിൾ ഗാഡ്ജറ്റ് തന്നെയാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് പാക്കേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു ബോക്സിനകത്ത് ഒന്നല്ല മൊത്തം 4 പ്രൊഡക്റ്റ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ടിനകത്ത് വന്നിട്ടുള്ളത് 3D ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ആണ്. എന്റെ കയ്യിലുള്ള ഒരു ചാർജർ അല്ലെങ്കിൽ നമ്മുടെ ഐഫോണിന്റെ ഒക്കെ 20 വാട്ട്സ് ചാർജർ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത്തരം ചാർജേഴ്സിന് അല്ലെങ്കിൽ അഡാപ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ആണിത്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ഒരു അഡാപ്റ്ററിനകത്ത് ഈ ഒരു കേസ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു അഡാപ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ ഒരു അഡാപ്റ്ററിന്റെ ലുക്കും അത്യാവശ്യം നല്ലപോലെ ചേഞ്ച് ആവുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് വരുന്നതും ഒരു 3D ഡിസൈനിൽ വരുന്ന പ്രൊട്ടക്റ്റീവ് കേസ് ആണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന നമ്മുടെ ചാർജറിന്റെ ഒക്കെ എൻഡിങ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു കേസ് ഇടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചാർജിംഗ് പോയിന്റിന്റെ എൻഡ് അത്യാവശ്യം നല്ല പ്രൊട്ടക്റ്റീവ് ആകും. അതുപോലെ കാണാൻ അത്യാവശ്യം നല്ലൊരു രസവും ഉണ്ട് താനും. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടാഗ് ആണ്. നമ്മുടെ വയേഴ്സും അതല്ലെങ്കിൽ ചാർജിംഗ് കേബിളും ഒക്കെ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം അറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ ടാഗ് ചെയ്ത് മാറ്റി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഫൈനലായിട്ട് വരുന്ന നമ്മുടെ ചാർജറിന്റെ കേബിൾ ഒക്കെ ഉണ്ടല്ലോ, അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ചാർജിംഗ് കേബിളിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി അല്ലെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്ത് ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ല യൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ മീഷോയിൽ നിന്ന് 310 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലായിട്ട് നമ്മുടെ ഈ ലിസ്റ്റിലെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഓക്കെ, ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു RGB ഡിസൈനിൽ വരുന്ന ഒരു TWS ഇയർബഡ്സ് ആണ്. സോ ഇതിന്റെ ഡിസൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു RGB ഗെയിമിംഗ് വൈബിലാണ് നമ്മുടെ TWSന്റെ ഡിസൈൻ അല്ലെങ്കിൽ കേസ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഹൈ ബൂസ്റ്റഡ് ആയിട്ടുള്ള ബേസ് ആണ് ഇതിന് ലഭിക്കുന്നത്. അതായത് ബേസ് അത്യാവശ്യം നല്ലപോലെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിലെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ വോയിസ്
വോയിസിന്റെ ക്ലാരിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ആവറേജ് ലെവലിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ടൈം ഒക്കെ ഒരു ഇയർബഡ്സ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു TWS മാത്രമാണിത്. സോ ഫൈനലായിട്ട് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് വൈബിൽ അല്ലെങ്കിൽ ഒരു RGB ഡിസൈനിൽ വരുന്ന അതുപോലെ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയിൽ വരുന്ന ഈ TWS ഞാൻ മീഷോയിൽ നിന്നും ഏകദേശം ഒരു 550 രൂപ അല്ലെങ്കിൽ 600 രൂപ പ്രൈസ് റേഞ്ചിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലി അതൊക്കെയാണ് 600 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മീഷോയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ്. സോ ഇന്ന് പരിചയപ്പെടുത്തിയ ഗാഡ്ജറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഗാഡ്ജറ്റ്സിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരുമിച്ച് ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.